തൃശൂർ ചേലക്കരയിൽ കുടുംബത്തിന്റെ കൂട്ടാത്മഹത്യാ ശ്രമത്തിൽ 6 വയസ്സുകാരിക്ക് ദാരുണാന്ത്യം. ചേലക്കര മേപ്പാടം സ്വദേശി ശൈലജയുടെ മകൾ അനിമയാണ് മരിച്ചത്. ഗുരുതരാവസ്ഥയിലായ ശൈലജയും 4 വയസ്സുള്ള മകനും തൃശൂർ മെഡിക്കൽ കോളേജിൽ ചികിത്സയിലാണ്. ശൈലജയുടെ ഭർത്താവ് പ്രദീപ് 2 ആഴ്ച മുമ്പ് മരിച്ചിരുന്നു. ഇപ്പോൾ മരണപ്പെട്ട കുട്ടി നമ്മുടെ സ്കൂളിലാണ് പഠിക്കുന്നത്. വളരെ ദുഃഖകരമായിട്ടുള്ള ഒരവസ്ഥയിലാണ്. ആ കുട്ടിയുടെ അച്ഛൻ 2 ആഴ്ച മുമ്പേ മരണപ്പെട്ടു. ആ കുട്ടിയുടെ കുടുംബം അതിൽ അതീവ ദുഃഖിതരാണ്. പെട്ടെന്ന് തോന്നിയ ഒരു സാഹചര്യത്തിൽ കുട്ടിയുടെ അമ്മയും 2 മക്കളെയും കൂട്ടി അവർ ആശുപത്രിയിലെത്തിയ ഉടനെ മൂത്ത കുട്ടി 1-ാം ക്ലാസ്സിൽ പഠിക്കുന്ന അണിമ KP എന്ന കുട്ടി മരണപ്പെട്ടു. അമ്മയെയും കുട്ടിയെയും താഴെയുള്ള LKGയിൽ പഠിക്കുന്ന കുട്ടിയെയും മെഡിക്കൽ കോളേജിലേക്ക് മാറ്റിയിട്ടുണ്ട്. നടരാജ് കൂടുതൽ വിവരങ്ങൾ നൽകാൻ അയച്ചിരുന്നു. നടരാജ്, എന്താണ് ഇത്തരത്തിൽ കൂട്ടാത്മഹത്യാ ശ്രമത്തിലേക്ക് കടക്കാനുണ്ടായ സാഹചര്യം? മറ്റു 2 പേരുടെ ആരോഗ്യനില എങ്ങനെ? ശൈലജയുടെ ഭർത്താവ് പ്രദീപ് 2 ആഴ്ചയ്ക്ക് മുൻപ് മരിച്ചിരുന്നു. ഇതിന്റെ മനോവിഷമത്തിലായിരുന്നു കുടുംബം മുഴുവൻ. ഇന്ന് രാവിലെ മുതൽ വീട് അടഞ്ഞു കിടക്കുകയായിരുന്നു. രാത്രിയായിട്ടും ആരെയും പുറത്ത് കാണാത്തതിനെ തുടർന്ന് നാട്ടുകാർ വീട് പരിശോധിച്ചപ്പോഴാണ് മൂവരെയും ഗുരുതരാവസ്ഥയിൽ കണ്ടെത്തിയത്. ഉടൻ തന്നെ ഇവരെ ചേലക്കര താലൂക്ക് ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും അനിമയുടെ മരണം സ്ഥിരീകരിക്കുകയായിരുന്നു. എന്തായാലും മരിച്ച അനിമ ചേലക്കര CGEM സ്കൂളിലെ 1-ാം ക്ലാസ് വിദ്യാർത്ഥിനിയാണ്. സഹോദരൻ അക്ഷയും ഇതേ സ്കൂളിലാണ് പഠിച്ചിരുന്നത്. അക്ഷയും അമ്മയും ഇപ്പോഴും ചികിത്സയിൽ തുടരുകയാണ്. വളരെ ദാരുണമായ സംഭവമാണ് ചേലക്കര മേപ്പാടത്തുണ്ടായത്. 6 വയസ്സുള്ള അനിമയാണ് കൂട്ട ആത്മഹത്യാ ശ്രമത്തിനിടെ മരിച്ചത്. അനീഷ.